യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് പശ്ചാത്തപിച്ച് കരഞ്ഞത് കോഴി കൂവുന്ന ശബ്ദം കേട്ടിട്ടല്ല, റോമൻ പടയാളികൾ കുഴലൂതുന്ന ശബ്ദം കേട്ടിട്ടാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ അടുത്തിടെ കാണാനായിട്ടിടയായി. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ആ ശബ്ദരേഖയുടെ ചില ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യേശു തിരിഞ്ഞ് കീപ്പായെ സൂക്ഷിച്ചു നോക്കി, കോഴി കൂവുന്നതിന് മുൻപ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. അശുദ്ധ ജീവിയായ കോഴിയെ വളർത്താത്ത പാലസ്തീനിൽ എങ്ങനെയാണ് കോഴി 3 വട്ടം കൂവിയത്? യഹൂദന്മാർ കോഴിയെ വളർത്തിയിരുന്നില്ല, കാരണം കോഴി അവർക്ക് നിഷിദ്ധവും അശുദ്ധവുമായ പക്ഷിയായിരുന്നു. റോമാക്കാരും കോഴിയെ വളർത്തിയിരുന്നില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വിസ്താരം അരങ്ങേറിയ യെരുശലേമിലോ സമീപ പ്രദേശങ്ങളിലോ കോഴി ഉണ്ടായിരുന്നില്ല. ഇസ്രായേലില് കോഴി വളർത്തിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടത്. യഹൂദന്മാരുടെ നിഷിദ്ധമായ പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും ഇഴജന്തുക്കളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ലേവ്യ പുസ്തകം 11-ലും ആവർത്തനം 14-ലുമാണ്. അവിടെ ഒന്നും തന്നെ കോഴിയെ കുറിച്ച് എഴുതിയിട്ടില്ല. തന്നെയുമല്ല, പഴയ നിയമത്തില് ഉൽപ്പത്തി മുതൽ മലാഖി വരെ കോഴിയെക്കുറിച്ച് ഒന്നും തന്നെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നീർക്കോഴി, കുളക്കോഴി എന്നൊക്കെയുള്ള വേറെ വാക്കുകളുണ്ടെങ്കിലും ഈ റൂസ്റ്റർ, ഹെൻ എന്നുള്ള അർത്ഥത്തിലുള്ള നമ്മുടെ കോഴിയെക്കുറിച്ച് ഒരിടത്തും തന്നെ പറഞ്ഞിട്ടില്ല. രണ്ടാമതായിട്ട്, ഈ നിഷേധിക്കപ്പെട്ടതായ പക്ഷികളും മൃഗങ്ങളും ഇഴജാതികളൊക്കെ അത് മുഴുവൻ ഉന്മൂലനാശം ചെയ്ത് കളയണം, അതൊന്നും വളർത്തരുതെന്നല്ല, അത് ഭക്ഷിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ. ഉദാഹരണത്തിന്, പന്നി നിഷേധിക്കപ്പെട്ടതായ മൃഗമാണെങ്കിലും ഇസ്രായേലിൽ ധാരാളം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ചില ഉപമകളിലൊക്കെ പന്നിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ലഗ്യോൻ ബാധിച്ച ഭൂതഗ്രസ്തൻ്റെ ആ ശരീരത്തിൽ നിന്ന് ഭൂതം ഇറങ്ങി പോകുന്നത് 12,000 പന്നികളിലേക്കാണ്. അത് കടലിലേക്ക് പോയി മുങ്ങിച്ചകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ധാരാളം പന്നികൾ ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ നിഷേധിക്കപ്പെട്ടതായ പക്ഷികളോ മൃഗങ്ങളോ ഒന്നും തന്നെ അവരെ നശിപ്പിച്ച് കളയല്ല, അത് ഭക്ഷിക്കരുതെന്ന് മാത്രമേ നിയമം ഉണ്ടായിരുന്നുള്ളൂ. തന്നെയുമല്ല, ഇതിനെക്കുറിച്ച് ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്: നോ, ദ ബൈബിൾ ഡസ് നോട്ട് പ്രൊഹിബിറ്റ് ചിക്കൻസ്, ഓൾസോ നോൺ as ഹെൻസ്, ഫ്രം ബീയിങ് ഈറ്റൺ. അല്പം കൂടെ നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായത്, chickens have been eaten since the time of the second temple and many birds have been considered kosher since the ancient times. അപ്പോൾ സെക്കൻഡ് ടെമ്പിൾ എന്ന് പറയുന്നത് സെരുബാബേലിന്റെ ദേവാലയമാണ്. യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് ഉണ്ടായിരുന്നതായ സെരുബാബേലിന്റെ ദേവാലയത്തിന്റെ കാലം മുതലേ ചിക്കൻ അവർ ഭക്ഷിച്ചു വന്നിരുന്നു എന്നാണ് കാണുവാനായിട്ട് ഇടയായി തീർന്നത്. രണ്ടാമതായിട്ട്, മത്തായിയുടെ സുവിശേഷം 23:37 യേശു ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യെരുശലേമിന് നേരെ ഓപ്പോസിറ്റില് ഒലിവുമലയിൽ നിന്നുകൊണ്ടാണ് യേശു വിളിച്ചു പറയുന്നത്: യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നോ, നിങ്ങൾക്കോ മനസ്സായില്ല. ഇത് വിളിച്ചു പറയുമ്പോൾ കോഴിയെക്കുറിച്ചോ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നതുമൊക്കെയോ അറിയാത്ത ഒരു കൂട്ടം ജനത്തോടാണ് യേശു വിളിച്ചു പറയുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല. കോഴിയെക്കുറിച്ച് കേട്ടറിവേ ഉള്ളൂ. ഇങ്ങനെ കോഴി എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്, അത് ഏതെങ്കിലും അപകട സാധ്യതകൾ കാണുമ്പോൾ ഒരു അപായ സൂചന നൽകി കുഞ്ഞുങ്ങളെയെല്ലാം വിളിച്ചടുത്ത് ചേർക്കുന്നു, അതിൻ്റെ ചിറകുകൾ ഉയർത്തുന്നു, കുഞ്ഞുങ്ങളെ അഴിയിൽ കയറ്റുന്നു. ഇതൊക്കെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആൾക്കാരോടല്ല യേശു പറയുന്നത്, കോഴിയുമായിട്ട് നല്ല പരിചയമുള്ള ആൾക്കാരോടാണ് യേശു പറയുന്നത്. കൊണ്ട് യെരുശലേമിൽ കോഴിയില്ലായിരുന്നു, ഇസ്രായേലിൽ കോഴിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതങ്ങ് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ യെരുശലേം ദേവാലയത്തിൻ്റെ ഈ മതിൽക്കെട്ടിനകത്ത് കോഴിയില്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഈ പുറമേയുള്ള പട്ടണ മതിലിലും അകത്തും കോഴിയില്ലായിരുന്നൊക്കെ ഉള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഇവിടെ അഥവാ ഇല്ലായിരുന്നെങ്കിൽ തന്നെയും ഇതൊരു വലിയ ഏരിയയാണ്, ഇതിനകത്തില്ലായിരുന്നിരിക്കാം. പിന്നെ ഈ ഭാഗത്താണ് കയ്യഫാവിൻ്റെ വീട്, ഇവിടെയാണ് കയ്യഫാവിൻ്റെ വീട്. ഇവിടെ നിന്നും തിരിച്ച് കിദ്രോൻ ഇറങ്ങി പോകാനുള്ള വഴിയും ആ പടികളൊക്കെ ഇപ്പോഴും ഉണ്ട്. കയ്യഫാവിൻ്റെ ഭവനത്തിൻ്റെ അവശിഷ്ടങ്ങളും അതിൻ്റെ മുകളിൽ പണിത പള്ളിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ കുറച്ചുകൂടെ വലുതാക്കി കാണിക്കാം: ഹൈ പ്രീസ്റ്റ് കയ്യഫാസ് ഹൗസ്. അപ്പോൾ അഥവാ ഇതിനകത്ത് അനുവദിച്ചിരുന്നില്ലെങ്കിൽ തന്നെയും ഇതിന് ചുറ്റുമെല്ലാം ഒത്തിരി ആൾക്കാരുണ്ട്. ഇവിടെയെല്ലാം കോഴി കൂകിയാൽ ഇവിടെ കേൾക്കാനായിട്ട് സാധിക്കും. അന്നത്തെ കാലത്ത് മോട്ടോർ വാഹനങ്ങളോ മറ്റ് ശബ്ദങ്ങളോ ഒന്നും ഇല്ലാത്ത സമയത്ത് നിശ്ചയമായിട്ടും ഒത്തിരി അകലെ നിന്ന് കൂകിയാൽ ഇവിടെ കേൾക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ ഇല്ലായിരുന്നുവെന്നും ഇല്ലാത്തത് കൊണ്ട് കോഴി അല്ലായിരുന്നുവെന്നും നമുക്ക് ആർഗ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇനി ബാക്കി ഭാഗം നമുക്ക് ശ്രമിക്കാം. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വിസ്താരം അരങ്ങേറിയ യെരുശലേമിലോ സമീപ പ്രദേശങ്ങളിലോ കോഴി ഉണ്ടായിരുന്നില്ല. കോഴി കൂവുന്നതിനെ പറ്റി ക്രിസ്തു പറഞ്ഞ വാചകം
സെപ്റ്റജിന്റ് എന്ന വേദപുസ്തകത്തിൽ അലക്സാത്രോഫോണിയോ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. സെപ്റ്റുവജന്റ് എന്ന് പറയുന്നത് പഴയ നിയമത്തിന്റെ എബ്രായ ഭാഷയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിലുള്ള പരിഭാഷയാണ്. അത് ക്രിസ്തു ജനിക്കുന്നതിന് ഏറെക്കുറെ 250 വർഷം മുമ്പ് അല്ലെങ്കിൽ 3-ാം നൂറ്റാണ്ടില് ടോളമി സെക്കൻഡിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ വെച്ച് ചെയ്തതായ പരിഭാഷയാണ്. അത് എബ്രായ ഭാഷയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിലേക്കുള്ള പരിഭാഷയാണ്. പഴയ നിയമം മാത്രമേ ഉള്ളൂ, ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ളതായ ഭാഗങ്ങൾ. അതിനകത്ത് ഈ വാക്ക് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല, ഏത് അധ്യായമെന്ന് പറഞ്ഞിട്ടില്ല, വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. ലത്തീൻ വാൾഗേറ്റ് വേദപുസ്തകത്തിൽ ഗലീസീനിയം എന്ന ലത്തീൻ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൾഗേറ്റിൽ ഗലിത്തീനിയം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞു കേട്ടത്. വൾഗേറ്റിൽ ആ വാക്ക് തന്നെയാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഓൺലൈനിലെല്ലാം ലഭ്യമായതുകൊണ്ട് നമുക്കതൊന്ന് നോക്കാം. വൾഗേറ്റിലെ മത്തായിയുടെ സുവിശേഷം 26:34 ഇതാണ് നമ്മൾ വാക്ക് കാണുന്നത്. ഗലൂസ്. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഗാലസ് എന്ന് വായിക്കാൻ തോന്നിയാലും ലാറ്റിൻ്റെ പ്രൊനൗൺസിയേഷൻ ഗലൂസ് എന്നാണ്. ഗലൂസ്. ഇനി ഗലൂസിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാനായിട്ട് ഈ വാക്കെടുത്ത് ലാറ്റിൻ ടു ഇംഗ്ലീഷ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഇട്ട് കൊടുത്താൽ മതി. അന്നേരം നമുക്ക് കറക്റ്റായിട്ട് ഇംഗ്ലീഷിൽ എന്താണ് ചേർത്തിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റൂസ്റ്റർ എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഗലൂസ് എന്ന വാക്കിന് ഇംഗ്ലീഷിലുള്ള അർത്ഥം. ഇനി നമുക്ക് മത്തായിയുടെ സുവിശേഷം 23:37 കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ അണയ്ക്കും പോലെ എന്നുള്ള ഭാഗം വരുന്ന ഭാഗത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. അവിടെ ഗലീന എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗലീനയുടെ അർത്ഥം കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഗലീന എന്ന് പറയുമ്പോൾ ഹെൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗലൂസ് എന്ന് പറഞ്ഞ പദത്തിന് റൂസ്റ്റർ അല്ലെങ്കിൽ പൂവൻകോഴി എന്ന അർത്ഥമാണ്. ഇനി നമുക്ക് ബാക്കി ശബ്ദരേഖ ശ്രദ്ധിക്കാം. കോഴി കൂവുന്നതിനെ പറ്റി ക്രിസ്തു പറഞ്ഞ വാചകം സെപ്റ്റജിന്റ് എന്ന വേദപുസ്തകത്തിൽ അലക്സാത്രോഫോണിയോ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അലക്സ പ്രോക്കോണിയോ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഗ്രീക്ക് ബൈബിളിൽ കൂടെ നമുക്ക് വേഗത്തിൽ നോക്കാം. മത്തായി 26:34 അലക്ടോറ എന്ന വാക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷിലൂടെ എഴുതിയിട്ടുള്ളത് വായിക്കാൻ ഒരു പ്രയാസമില്ല. അലക്ടോറ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് റൂസ്റ്റർ എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥം കൊടുത്തിട്ടുള്ളത്. അത് ഞാനൊന്ന് വലുതാക്കി കാണിക്കാം. അലക്ടോറ. ഈ അലക്ടോറ എന്ന വാക്ക് ഒരു ഒബ്ജക്റ്റീവ് കേസിൽ അല്ലെങ്കിൽ അക്യൂസേറ്റീവ് കേസിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് അവസാനം വരാനായിട്ട് ഇടയായിത്തീർന്നത്. അലക്ടോർ എന്നാണ് അതിൻ്റെ ശരിക്കായിട്ടുള്ള വാക്ക് കോഴി എന്നുള്ളത്. കോഴിയുടെ, കോഴിക്ക് എന്നൊക്കെ മലയാളത്തിൽ ഒറ്റ വാക്കായിട്ട് എഴുതുമെങ്കിലും അത് കോഴി എന്നുള്ളതാണ് ഒറിജിനൽ വാക്ക്. ഇവിടെ ബിഫോർ ദി റൂസ്റ്റർ ക്രോയിങ് 3 times അങ്ങനെ വന്നതുകൊണ്ട് ഇതൊരു ഒബ്ജക്റ്റീവ് കേസ് വന്നതുകൊണ്ടാണ് അലക്ടോറ എന്ന വാക്ക് വന്നത്. അലക്ടോറ എന്ന് നമുക്ക് ഡിക്ഷണറിയിൽ അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ കാണത്തില്ല. അലക്ടോർ എന്ന വാക്ക് അടിക്കണം. അത് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നൗണാണ്, AMS എന്ന് എഴുതിയിരിക്കുന്ന അക്യൂസേറ്റീവ് കേസാണ്, മസ്കുലിൻ ജെൻഡറാണ് എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അലക്ടോർ എന്നുള്ളതാണ് ശരിക്കുള്ള വാക്ക്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഇതിൽ അടിച്ചു കൊടുത്താൽ മതി, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം അലക്ടോറ, എല്ലാത്തിനും റൂസ്റ്റർ 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 ക്രോസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓരോ പ്രാവശ്യവും അലക്ടോർ എന്നുള്ളതാണ് ഒറിജിനൽ വാക്ക്. അത് ആ കോഴി എന്നുള്ള അർത്ഥത്തിലുള്ളതായ വാക്ക് അലക്ടോർ. അപ്പോൾ അത് കോഴി കൂകി അവിടെ സബ്ജക്റ്റായിട്ട് വന്നതുകൊണ്ട് കോഴി എന്നുള്ള വാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്, അലക്ടോർ എന്നുള്ള വാക്ക്. നിങ്ങളാരെങ്കിലും ഗൂഗിൾ ഡിക്ഷണറിയിൽ അടിച്ചു കൊടുക്കുന്നെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അലക്ടോർ 2 O ഉണ്ട് ഗ്രീക്കിൽ. ഇത് W പോലെ എഴുതിയിരിക്കുന്നത് ഒമേഗ എന്നുള്ള ഓയാണ്. ഇത് O എന്ന് പറയുന്നത് ഒമിക്രോൺ എന്നുള്ള ഓയാണ്. അപ്പോൾ ഇത് അടിച്ചു കൊടുത്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. അലക്ടോർ എന്നുള്ളതാണ് ശരിയായ റൂട്ട് വാക്ക്. അപ്പോൾ കോഴി എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അലക്സാണ്ട്രോഫോണി എന്ന് പറയുന്നതിൻ്റെ ഏറെക്കുറെ സാമ്യമുള്ള ഒരു പദം ഉണ്ട്. അത് മർക്കോസിൻ്റെ സുവിശേഷം 13:35 ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. അത് അലക്ടോറോ ഫോണിയാസ്. അതിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്. വെൻ ദ റൂസ്റ്റർ ക്രോസ് എന്ന അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് കോഴി കൂകുന്ന സമയത്ത് എന്നുള്ള അർത്ഥത്തിൽ അലക്ടോറോ ഫോണിയാസ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ ഉടമസ്ഥൻ, മാസ്റ്റർ ഓഫ് ദ ഹൗസ്, വരുന്നതായ സമയം ഈവനിങ് ആണോ, സന്ധ്യയ്ക്കാണോ, അതോ അർദ്ധരാത്രിക്കാണോ, അതോ കോഴി കൂകുന്ന നേരത്താണോ എന്നറിയായി കൊണ്ട് ഉണർന്നിരിപ്പീൻ എന്നുള്ള ഭാഗമാണ്
അവിടെ കോഴി കൂകുന്ന സമയം എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ബൈബിളിൽ ഒരൊറ്റ ഭാഗത്ത് മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ കോഴിയുടെ ശബ്ദത്തിൻ്റെ ആ സമയം ആ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, അലക്ടോറോ ഫോണിയാസ്. അതല്ലാതെ ഒരിടത്തും ആ ഒരു വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ശബ്ദരേഖ ശ്രവിക്കാം. ഈ രണ്ട് പദങ്ങളും ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണ്. കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ ജോലി സമയം മാറുന്നതിന് വേണ്ടി ഊതുന്ന ബ്യൂഗിൾ ശബ്ദമാണ് ഗലിസീനിയം. ഇത് രാത്രി 9 മണിക്ക് ഒന്നാമതും അർദ്ധരാത്രി 12 മണിക്ക് രണ്ടാമതും വെളുപ്പിന് 3 മണിക്ക് മൂന്നാമതും രാവിലെ 6 മണിക്ക് നാലാമതും ഊതുക അവിടെ പതിവായിരുന്നു. ക്രിസ്തുവിനെ വിസ്തരിക്കുന്ന കയ്യാപ്പാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് 280 വാര അകലെ പീലാത്തോസിന്റെ അന്റോണിയോ കൊട്ടാരത്തിൽ നിന്ന പട്ടാളക്കാരാണ് ഈ ബ്യൂഗിൾ വിളിച്ചിരുന്നത്. അപ്പോൾ 3-ാം തവണ ഗലീസീനിയം ഊതുന്നതിന് മുൻപ് നീ എന്നെ തള്ളിപ്പറയും എന്നാണ് ക്രിസ്തു പറഞ്ഞത്. ഇവിടെയാണ് തെറ്റുപറ്റുന്നത്. 3-ാം തവണ ഗലീസീനിയം ഊതുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും എന്നാണ് ക്രിസ്തു പറഞ്ഞത് എന്നിവിടെ പറഞ്ഞത്. ഇതിന്റെ ഹെഡിങ്ങിലും അങ്ങനെയാണ്. കോഴിയെ വളർത്താത്ത പലസ്തീനിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ എങ്ങനെ 3 വട്ടം കൂകി. 3 വട്ടം കൂകി എന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. ബൈബിളിൽ മത്തായി സുവിശേഷത്തിൽ യേശു പ്രവചിക്കുന്നു പത്രോസ് തള്ളിപ്പറയത്തുള്ളത്. 26-74-75 അത് നിവൃത്തിയാകുന്നു, തള്ളിപ്പറഞ്ഞു. മർക്കോസിൽ 14-30 പ്രവചിക്കുന്നു, ഇത് നിവൃത്തിയാകുന്നു. ലൂക്കോസിൽ അതന്നെ 22-34 പ്രവചിക്കുന്നു, പിന്നെ നിവൃത്തിയാകുന്നു. യോഹന്നാൻ്റെ 13 ഒത്തിരി അധ്യായം കഴിഞ്ഞിട്ടാണ് പിന്നെ നിവൃത്തിയാകുന്നത്. അപ്പോൾ ഇതെല്ലാം നിവൃത്തിയായതാണ്. ഇതിലെല്ലാ കാര്യത്തിലും ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ 2 പ്രാവശ്യം കോഴി കൂകുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം സംഖ്യ പറഞ്ഞിട്ടില്ല, കോഴി കൂകുന്നപ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ 3 വട്ടം എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നമാകാൻ പോകുന്നത്. യഹൂദന്മാരും റോമക്കാരും രാത്രിയെ 4 യാമങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. വൈകുന്നേരം 6 മുതൽ രാവിലെ 6 വരെയുള്ളതായ സമയമാണ് രാത്രി എന്ന് പറയുന്നത്. ഈ വൈകുന്നേരം 6 മുതൽ 9, 12, 3 ഇങ്ങനെ 4 യാമങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇപ്പം പറഞ്ഞു കേട്ടത് 9 മണിയായപ്പോൾ 1-ാമത്തെ ബ്യൂഗിൾ ശബ്ദം കുഴലൂത്ത് നടന്നു. 12 മണിയായപ്പോൾ 2-ാമത്തെ കുഴലൂത്ത് നടന്നു, 9, 12. ഇനി 3-ാമത്തെ കുഴലൂത്തിൽ ആണ് പത്രോസ് പശ്ചാത്തപിച്ചത്. അത് രാവിലെ 3 മണിയായപ്പോഴാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബൈബിളിലാകെ കൂടെ മാക്സിമം 2 പ്രാവശ്യമേ ഊതുന്നുള്ളൂ. അപ്പോൾ അർദ്ധരാത്രിക്ക് തള്ളിപ്പറഞ്ഞു നമ്മൾ പറയേണ്ടതായിട്ട് വരും. 3 വട്ടം എന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. 3 വട്ടം തള്ളിപ്പറഞ്ഞെന്നേ ഉള്ളൂ. 3 വട്ടം കോഴി കൂകി എന്ന് പറയാത്തത് കൊണ്ട് ഈ തിയറി കംപ്ലീറ്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ബാക്കി ശ്രമിക്കാം. അലക്സത്രോഫോണിയോ എന്ന ഗ്രീക്ക് പദത്തിന് പൂവൻ കോഴിയുടെ കൂവൽ എന്നുകൂടി അർത്ഥമുള്ളതിനാലാണ് മലയാള തർജിമയിൽ 3-ാമത്തെ ബ്യൂഗിൾ ശബ്ദമെന്ന് പറയുന്നതിനു പകരം 3-ാം വട്ടം കോഴി കൂവുന്നതിന് മുൻപ് എന്ന് തർജിമ ചെയ്തത്. 3-ാം വട്ടം കോഴി കൂവുന്നതിന് മുമ്പ് ആരും തർജ്ജമ ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ വീടുകളിൽ കോഴി പരിചിതമായതിനാൽ നാം അത് പൂവൻ കോഴിയുടെ കൂവലായി പഠിക്കുകയും തർജ്ജമ ചെയ്തത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ തന്നെയല്ല, ലോകത്തിലുള്ള എല്ലാ ഭാഷകളിലും നമ്മൾ പരിശോധിച്ചാൽ കോഴി തന്നെയായിരിക്കും കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൈനീസ് ബൈബിളിൻ്റെ ഈ വാക്യം എടുത്തിട്ട് നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ട് കൊടുത്തപ്പോഴും കറക്റ്റ് ഇതുപോലെ തന്നെയാണ് വരുന്നത്. റൂസ്റ്ററിന് തന്നെയുള്ള അർത്ഥമാണ് കിട്ടുന്നത്. അതുപോലെ ഏത് ഭാഷ എടുത്തിട്ടാലും നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഭാരതീയർക്ക് ബൈബിൾ കിട്ടുന്നതിന് എത്രയോ മുമ്പാണ് KJV ഉണ്ടായത്, ഇംഗ്ലീഷുകാർക്ക് ബൈബിൾ കിട്ടിയത്. അതിലെല്ലാം കോഴിയും തന്നെ എഴുതിയിരിക്കുന്നത്, ലാറ്റിൻ ഭാഷയിലും കോഴിയും തന്നെ എഴുതിയിരിക്കുന്നത്. ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ ഇങ്ങനെ പറയുന്നു, ബിഫോർ ദ റോസ്റ്റർ ക്രോസ് യു വിൽ ഡിനൈ മീ 3 times. എന്നാൽ ബാർക്ലേയിൽ ഇങ്ങനെ പറയുന്നു. ബാർക്ലേ എന്ന് പറയുന്ന ഒരു ബൈബിൾ അല്ല. വില്യം ബാർക്ലേ ബൈബിളിന് എഴുതിയതായ ഒരു കമൻട്രിയാണ് ബാർക്ലേയുടെ കമൻട്രി എന്നറിയപ്പെടുന്നത്. അത് ബൈബിളല്ല, ബൈബിളിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ബാർക്ലേയുടെ കമൻട്രിയിൽ ഞാൻ നോക്കിയിട്ട് ഇതൊന്നുമില്ല. ബാർക്ലേയുടെ കമൻട്രിയിൽ ഉള്ളതെന്താണ് ഞാൻ കാണിച്ചു തരാം. ഇത് ആദ്യമായിട്ട് കേൾക്കാം. That night it sounded throughout the city, and when it sounded Peter remembered. അന്ന് അതിരാവിലെ 3 മണിക്കുണ്ടായ കുഴൽ ശബ്ദം യെരുശലേമിലെ ഏതൊരാൾ അറിഞ്ഞിട്ടുണ്ടാകും.
ആ രാത്രിയിൽ നഗരത്തിൽ ആ ശബ്ദം അലയടിച്ചു. ആ ശബ്ദമുണ്ടായപ്പോൾ പൗലോസ് ഓർമ്മിച്ചു. ബാർക്ലേയുടെ കമന്ററിയിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: The Romans and the Jews divided the night into 4 watches, 6 p.m. to 9 p.m., 9 p.m. to midnight, midnight to 3 a.m., 3 a.m. to 6 a.m. It was between the third and the fourth watch that the cock was supposed to crow. What Jesus is saying is that before the dawn comes, Peter will deny him 3 times. ഈ രാത്രി 4 തിരിച്ചിട്ടുണ്ട്. അത് 6 തൊട്ട് 9 വരെ, 9 തൊട്ട് മിഡ്നൈറ്റ് വരെ, മിഡ്നൈറ്റ് തൊട്ട് 3 മണി വരെ, 3 തൊട്ട് 6 വരെ. ഇതിന് 3-നും 4-നും ഇടയ്ക്കുള്ള സമയത്താണ് കോഴി കൂകുന്നത്. യേശു പറഞ്ഞത് പ്രഭാതമാകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളിപ്പറയും എന്ന് മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. വേറെ ഒരു കാര്യങ്ങളും ഞാൻ മറ്റുള്ള ഭാഗങ്ങൾ നോക്കിയിട്ട് കാണുവാനായിട്ട് സാധിച്ചില്ല. ബാർക്ലേ എഴുതിയതാണെന്ന് പറയുന്ന ഭാഗങ്ങൾ ഏത് ബാർക്ലേ എഴുതിയെന്ന് അറിയത്തില്ല. അഥവാ എഴുതിയെങ്കിൽ തന്നെ ബൈബിൾ അല്ലാതെ ബൈബിളിനെ കുറിച്ച് ഇന്റർപ്രിട്ടേഷനാണ് എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുലർച്ചയ്ക്ക് കോഴി 3 പ്രാവശ്യം കൂവിയെന്നും പുലർച്ചയ്ക്ക് കോഴി 3 പ്രാവശ്യം കൂവിയെന്നും പ്രഭാതമായപ്പോൾ പത്രോസ് തന്റെ പാപത്തെ ഓർത്തുവെന്നും വ്യക്തമായി മനസ്സിലാക്കാത്ത വിധത്തിലാണ് വിശുദ്ധ വേദപുസ്തകം തർജ്ജിമ ചെയ്തിരിക്കുന്നത്. വ്യക്തമായി മനസ്സിലാകാത്ത വിധത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ 3 പ്രാവശ്യമൊന്നുമല്ല, 2 ഒക്കെ കോഴി തന്നെയാണ് കൂകിയെന്നും പത്രോസ് അതിദുഃഖത്തോടെ കരഞ്ഞുവെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, മനസ്സിലാകാത്ത രീതിയിലല്ല. വേദപുസ്തകം ആക്ഷരികമായി വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് തെറ്റുപറ്റാവുന്ന ഒരു ഭാഗമാണിത്. ഇതുപോലെ തെറ്റിദ്ധാരണകൾ ഉളവാക്കുന്ന നിരവധി വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. വേദപുസ്തകമായിട്ട് ശരിക്കും പരിചയമില്ലാത്ത അല്ലെങ്കിൽ യുക്തിവാദികളായ ആൾക്കാരെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഫൗണ്ടേഷൻ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഹൃദയങ്ങളെ കലക്കാനുള്ളതായ ധാരാളം വീഡിയോസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതൊന്നും കണ്ട് വിശ്വാസം നഷ്ടപ്പെടുത്തരുത് എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. നിരവധി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോഴിയെക്കുറിച്ച് വായിച്ചതായ ചില ചിന്തകൾ ഏത് പുസ്തകത്തിലാണെന്ന് ഓർക്കുന്നില്ല, ഞാനത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട്, കോഴി അതിരാവിലെ എഴുന്നേറ്റ് മുടങ്ങാതെ അതിൻ്റെ ജോലി ചെയ്യുന്നു. സുവിശേഷകന്മാർ അവരുടെ ജോലി അതിരാവിലെ എഴുന്നേറ്റ് തുടങ്ങുന്നതിനെക്കുറിച്ച് പറയുകയാണ്. അത് ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ഇതേ ഒരു പ്രകാശം വരുന്നു, പ്രഭാതം വരുന്നു എന്നുള്ളതായ സദ്വാർത്ത രാവിലെ എഴുന്നേറ്റ് ലോകത്തെ അറിയിക്കുന്ന ദൗത്യമാണ്. അത് ശനിയാണെങ്കിലും ഞായറാണെങ്കിലും അവധി ദിവസമാണെങ്കിലും ഒന്നും നോക്കാതെ എല്ലാ ദിവസവും കോഴി അതിൻ്റെ ജോലി ചെയ്യുന്നു. മൂന്നാമതായിട്ട്, ശബ്ദം അത്ര നല്ലതൊന്നുമല്ല, എങ്കിലും ഉള്ള ശബ്ദം വെച്ച് അത് ഉറച്ചു പോകുകയാണ്. നല്ല മനോഹരമായ കുയിലിൻ്റെ ശബ്ദമൊക്കെ ഉണ്ട്. അയ്യോ, എൻ്റെ ശബ്ദം കുയിലിൻ്റെ പോലെ അല്ലല്ലോ എന്ന് ഓർക്കുന്നില്ല. ഉള്ള ശബ്ദം വെച്ച് അത് കൂകുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇതിനേക്കാൾ നല്ല ശബ്ദമുള്ളവരുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അതിനുള്ള ശബ്ദം അത് ഉപയോഗിക്കുകയാണ്. ആരും അതിന് യാതൊരു വിധമാകുന്ന താങ്ക് യു പറയോ പ്രൈസ് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അതിൻ്റെ ജോലി അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ജോലി ഉറങ്ങുന്നവരെ ഉണർത്തുകയാണ്. അത് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ ഉറങ്ങുന്നവരെ ഉണർത്തുകയാണ്. പാപത്തിൽ ഉറങ്ങുന്നവരുണ്ട്, പിന്മാറ്റത്തിൽ ഉറങ്ങുന്നവരുണ്ട്. എന്നാൽ ചില കോഴികളുടെ ശബ്ദം അത്ര നല്ലതല്ലെങ്കിലും പരിവരുത്തതാണെങ്കിലും ശല്യം ഉണ്ടാക്കുന്നതാണെങ്കിലും ചിലരെയെല്ലാം അത് എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇത് ഒരു സദ്വർത്തമാനം ഘോഷിക്കുകയാണ്. ഇതാ ഒരു പുതിയ പ്രഭാതം വരുന്നു, ഇത് അന്ധകാരമാണ്, അന്ധകാരം തീരാൻ പോകുന്നു, ഒരു പ്രഭാതം വരുന്നു എന്ന് ശക്തമായിട്ട് വിളിച്ച് ഉള്ള ശബ്ദം വെച്ച് അത് ഉള്ള ഭാഷ വെച്ച് അത് പറയുന്നതാണ് കോഴി നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ടതായ കാര്യം. എന്നും ഒരേ കാര്യം ചെയ്യുന്നതിൽ ഒരു കംപ്ലൈൻറ്റുമില്ല. അത്രേ അറിയാവുന്നത് വെച്ച് താന് ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തുന്ന ഒരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ഈ നിസാരമെന്ന് കരുതുന്നതായ ഗൂഗിൾ ഭാവിയിലെ ശക്തമായ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട ചില പത്രോസുമാരെ, ശക്തന്മാരായ അപ്പോസ്തലന്മാരെ മടങ്ങിവരവിലേക്ക് നടത്തേണ്ടതിന്, അവരുടെ പിന്മാറ്റത്തെക്കുറിച്ചൊന്ന് ചിന്തിപ്പിക്കേണ്ടതിന്, യേശുവിങ്കിലേക്ക് കണ്ണുനീരോടെ മടങ്ങി വരേണ്ടതിന്, യേശുവിൻ്റെ കരങ്ങളിൽ വരും കാലങ്ങളിൽ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടതിന്, അവരെ അതിന് മുഖാന്തരമാക്കുവാൻ ആ കോഴിയെ ദൈവം ഉപയോഗിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ തലമുറയിൽ സമയം നോക്കാതെ മറ്റുള്ളവർക്ക് ശല്യമാകുമോ എന്ന് ചിന്തിക്കാതെ ഒരു നല്ല പ്രഭാതം വരുന്നു, ഒരു പുതിയ ദിവസം വരുന്നു, ഈ അന്ധകാരം തീരാൻ പോകുന്നു എന്നുള്ളതായ വാർത്ത
ശക്തമായിട്ട് നമുക്ക് വിളിച്ചോതാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രണ്ട് പദങ്ങളും ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണ്. കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ ജോലി സമയം മാറുന്നതിന് വേണ്ടി ഊതുന്ന ബ്യൂഗിൾ ശബ്ദമാണ് ഗലിസീനിയം. ഇത് രാത്രി 9 മണിക്ക് ഒന്നാമതും അർദ്ധരാത്രി 12 മണിക്ക് രണ്ടാമതും വെളുപ്പിന് 3 മണിക്ക് മൂന്നാമതും രാവിലെ 6 മണിക്ക് നാലാമതും ഊതുക അവിടെ പതിവായിരുന്നു. ക്രിസ്തുവിനെ വിസ്തരിക്കുന്ന കയ്യാപ്പാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് 280 വാര അകലെ പീലാത്തോസിന്റെ അന്റോണിയോ കൊട്ടാരത്തിൽ നിന്ന പട്ടാളക്കാരാണ് ഈ ബ്യൂഗിൾ വിളിച്ചിരുന്നത്. അപ്പോൾ 3-ാം തവണ ഗലീസീനിയം ഊതുന്നതിന് മുൻപ് നീ എന്നെ തള്ളിപ്പറയും എന്നാണ് ക്രിസ്തു പറഞ്ഞത്. 3 മണിക്കുള്ള ബ്യൂഗിൾ ശബ്ദത്തെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അലക്സത്രഫോണിയോ എന്ന ഗ്രീക്ക് പദത്തിന് പൂവൻ കോഴിയുടെ കൂവൽ എന്നുകൂടി അർത്ഥമുള്ളതിനാലാണ് മലയാള തർജിമയിൽ